അത് വളരെ വിഷമത്തോടെ പറയേണ്ടതുണ്ട്. ഒരു സിനിമക്ക് ഈ ഒരു അവസ്ഥ, അത് ഓക്കെ അവർ പറഞ്ഞ ന്യായമായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ആ ചോദ്യം പരാശക്തിനോട് ചോദിക്കാണ്ട് അവർക്ക് ഇന്നലെ സർട്ടിഫിക്കറ്റ് കൊടുത്തു പരാശക്തി? അത് പ്രീപോണ്ട് ചെയ്ത് ജാൻ 10th എന്തുകൊണ്ട്? കാരണം സെൻസർ ബോർഡിന്റെ ആ അതോറിറ്റി യൂസ് ചെയ്തുകൊണ്ടിട്ട് ആ പടത്തിനെ തടഞ്ഞു വെച്ചേക്കാനാണ്. ഒരാളോടുള്ള പേടി, തളപതി വിജയനോടുള്ള പേടി, പൊളിറ്റിക്കൽ റീസൺസ് ആണല്ല എങ്കിൽ ഉറപ്പായിട്ടും ജനനായകൻ നമ്മ ഈ അടുത്തൊന്നും കാണാൻ പോകില്ല. അതാണ് സത്യാവസ്ഥ. അപ്പൊ ഇന്ന് ജാൻ 10th തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷിക്കുന്ന എല്ലാ നൻബീസിനും ഹാപ്പി പൊങ്കൽ. ജാനുവരി 14th റിലീസ് പറഞ്ഞു വെച്ചാൽ ശിവകാർത്തികൻ ലീഡ് റോളില് ജയം രവി വില്ലനായിട്ടുള്ള സുധാകോങ്ങര ഡയറക്ഷനിൽ വന്ന പടം പരാശക്തി അത് പ്രീപോണ്ട് ചെയ്ത് ജാൻ 10th എന്തുകൊണ്ട്? തളപതി വിജയ് നായകനായിട്ട് വരുന്ന ജനനായകൻ, എച്ച് വിനോദ് ഡയറക്ഷനിൽ വരുന്ന ജനനായകൻ അത് ജാൻ 9th റിലീസ് പറഞ്ഞു വെച്ചത്. പക്ഷെ ആ പടം അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് റിലീസായിട്ടില്ല. എന്തുകൊണ്ട്? കാരണം സെൻസർ ബോർഡിന്റെ ആ അതോറിറ്റി യൂസ് ചെയ്തുകൊണ്ടിട്ട് ആ പടത്തിനെ തടഞ്ഞു വെച്ചേക്കാനാണ്. ഇത് ഇപ്പൊ ഈ പരാശക്തിയുടെ റിവ്യൂല് ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ, എനിക്ക് പരാശക്തിയുടെ റിവ്യൂ പറയുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. പരാശക്തിയും ജനനായകനും ഒരേപോലെ തന്നെ സെൻസർ കിട്ടാണ്ട് ഈ ലാസ്റ്റ് വീക്ക് വരെ സെൻസർ കിട്ടാണ്ടിരുന്ന പടങ്ങളാണ്. ആ പടത്തിന് കറക്റ്റ് വെള്ളിയാഴ്ച റിലീസ് കൊടുക്കുകയും സെൻസർ കൊടുക്കുകയും ചെയ്തു. അവർ സ്കെഡ്യൂൾ ചെയ്ത ഡേറ്റിൽ തന്നെ പടം റിലീസ് ചെയ്യുകയും ചെയ്തു. ഞാൻ ആ പടം കണ്ടു. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയണത്, ഒരുമിച്ച് സെൻസറിങ്ങിന് കൊടുത്ത പടങ്ങൾ, ഒരുപക്ഷെ ജനനായകൻ കഴിഞ്ഞിട്ടാണ് പരാശക്തി സെൻസറിങ്ങിന് കൊടുത്തത്. എന്നിട്ട് പോലും പരാശക്തിയുടെ സെൻസറിങ് 24ഓളം കട്ട്സ് പറഞ്ഞിട്ടുണ്ട്. പടത്തിൽ കുറെ മ്യൂട്ട് സീൻസ് ഉണ്ട്, കുറെ വയലൻസ് ഉണ്ട്, എല്ലാം ഉണ്ടായിട്ട് പൊളിറ്റിക്സ് ഉണ്ട്. ആ സമയത്തുള്ള പൊളിറ്റിക്സ് പറയേണ്ട പടം എൻറ്റയർലി ഒരു ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് പരിഷ്കാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്തുള്ള അവരുടെ പോരാട്ടങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന കഥയാണ് പരാശക്തി. അതിലും സെൻസർ ബോർഡിന് വേണമെങ്കിൽ തടഞ്ഞു വെക്കാമായിരുന്നു. പക്ഷെ അത് തടയാണ്ട് ആ പടത്തിന് ഇന്നലെ, അതായത് ഫ്രൈഡേ, അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവർ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാ സ്ഥലത്തും, ഓവർസീസ് ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും ആ പടം റിലീസ് ചെയ്തു. പക്ഷെ അതേസമയം 1 മാസം മുന്നേ കൊടുത്ത ജനനായകൻ, സെൻസറിന് കൊടുത്ത ജനനായകന്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് കാരണം എന്താ? ഒരാളോടുള്ള പേടി, തളപതി വിജയനോടുള്ള പേടി, പൊളിറ്റിക്കൽ റീസൺസ് ആണല്ല. ഇത് DMK മാത്രം ഇൻവോൾവ് ആയ കേസല്ല. സെൻട്രൽ ലെവലിൽ നിന്ന് സെൻസർ ബോർഡിന്റെ അറിയാലോ എല്ലാവർക്കും, സെൻട്രൽ ബോർഡിന്റെ അതോറിറ്റിയിൽ വന്ന കീഴിൽ വന്ന സെൻസർ ബോർഡിന്റെ പ്രഷറിലാണ് ഇപ്പൊ ജനനായകൻ റിലീസ് മാറ്റി വെച്ചേക്കുന്നത്. അപ്പൊ അയാളോടുള്ള പേടി, അതായത് തളപതി വിജയനോടുള്ള പേടിയാണ് ഇന്നത്തെ എക്സാമ്പിള്. ഒരുമിച്ച് സെൻസർ കിട്ടാത്ത പടങ്ങൾ രണ്ടിലും ഒരെണ്ണത്തിന് മാത്രം സെൻസർ കൊടുത്തു, മറ്റേതിന് സെൻസർ കൊടുത്തിട്ടില്ല. ഇതിൽ 24 കട്ട്, അതിൽ 27 കട്ട്. എന്നിട്ടും പ്രൊഡ്യൂസർമാർ റെഡിയാണ്, UA 16+ വെച്ചിട്ട് ആ പടം റിലീസ് ചെയ്യാൻ റെഡിയാണ്. എന്നിട്ട് പോലും ആ പടം റിലീസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഇനി ഈ അടുത്തൊന്നും ആ പടം വരും എന്നുള്ള പ്രതീക്ഷയുമില്ല. കാരണം ഇനി അടുത്ത ഹിയറിംഗ് പറഞ്ഞെങ്കിൽ 21-ാം തീയതിയാണ്. പ്രൊഡക്ഷൻ ടീം, അതായത് ജനനായകന്റെ പ്രൊഡക്ഷൻ ടീം മൺഡേ, നെക്സ്റ്റ് വരുന്ന മൺഡേ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. മോസ്റ്റ്ലി പടം ഇനി എക്സ്പെക്ട് ചെയ്യുക ഫെബ്രുവരിയിലേക്ക് ആയിരിക്കും. ഇനി ഫെബ്രുവരിയിലും പടം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ജനനായകൻ ഒബ്വിയസ്ലി ഇലക്ഷനൊക്കെ വന്നാണെന്നുണ്ടെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഉണ്ടാവും ഇലക്ഷൻ. അപ്പോൾ ഇതിൽ പൊളിറ്റിക്കൽ പാർട്ടീനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയുകയോ ചെയ്തിട്ട് സീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജനനായകൻ നമ്മ ഈ അടുത്തൊന്നും കാണാൻ പോകില്ല. അതാണ് സത്യാവസ്ഥ. അത് വളരെ വിഷമത്തോടെ പറയേണ്ടതുണ്ട്. ഒരു സിനിമക്ക് ഈ ഒരു അവസ്ഥ, അത് ഏത് നടനും ആയിക്കോട്ടെ. ഞാൻ വിജയ് ഫാനാണ്, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ്. അപ്പൊ ഒരു സിനിമക്കും ഈ ഒരു അവസ്ഥ വരരുത്. ഒരു 5 മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണ ഒരു സെൻസർ ബോർഡിന് ഒരു പടം സെൻസറിന് കൊടുക്കുമ്പോൾ അതിലുള്ള ഒരാൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ പടം റിലീസ് ചെയ്യാണ്ട് വരിക എന്നുള്ളത് വളരെ മോശപ്പെട്ട കാര്യമാണ്. പിന്നെ ഫ്രൈഡേ ഹൈക്കോർട്ട് ഉത്തരവ് കൊടുത്തു ജനനായകന്, എങ്ങനെ ജനനായകന് UA 16+ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മെമ്പേഴ്സ് അത് സ്റ്റേ കൊടുത്തു എന്തെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇനിയും ടൈം വേണം. അത് മാത്രമല്ല, പടം സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന് മുമ്പ് എങ്ങനെ പടത്തിന്റെ ഡേറ്റ് ചാർട്ട് ചെയ്തു എന്ന് ചോദിച്ചിട്ടാണ് അവർ സ്റ്റേ കൊടുത്തേക്കണത്. ഇപ്പൊ നിലവിൽ ജനനായകന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേയിലാണ്. അതിന് കാരണം ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരാശക്തി ഇന്ന് റിലീസായ പടം ഉണ്ടോ ഞാൻ പറയണത്. മിക്ക പടങ്ങളും തന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഡേറ്റ് ലോക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അവർ പറഞ്ഞ ന്യായമായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ആ ചോദ്യം പരാശക്തിനോട് ചോദിക്കാണ്ട് അവർക്ക് ഇന്നലെ സർട്ടിഫിക്കറ്റ് കൊടുത്തു? ഇതൊക്കെ ഒരു വെറും തേർഡ് റേറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു നേർക്കുനേർ മുട്ടാൻ പറ്റാണ്ട് പണി കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയില്ല, ബാക്കിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ വളരെ മോശപ്പെട്ട ആറ്റിറ്റ്യൂഡാണ് ഏത്
പാർട്ടിയാണെന്നുണ്ടെങ്കിലും വിജയ്ക്കെതിരെ ചെയ്യണത്. പക്ഷെ ഇതൊന്നും തളരാൻ പോണില്ല. ജനനായകൻ എന്നുള്ള പടം എന്ന് റിലീസ് ചെയ്യണോ അന്ന് എല്ലാ റെക്കോർഡുകളും പൊട്ടിച്ചുകൊണ്ട് എല്ലാവരും ആ പടം പോയി കാണും. ഇപ്പോഴും സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിലും ജനനായകന് കിട്ടുന്ന പിന്തുണ അത് ചെറുതൊന്നുമല്ല. അതിന് ഒറ്റ കാരണമുള്ളൂ, തളപതി വിജയ്. അപ്പൊ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ 2 പടങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. അതിലൊരു പടത്തിന് കിട്ടി. ആ പടം ഞാനിത് കണ്ടു. അതാണ് പരാശക്തി. അപ്പൊ ജനനായകനെ കുറിച്ച് എനിക്ക് അത്രയും പറയാനുള്ളൂ. ഇനി പരാശക്തി റിവ്യൂയിലേക്ക് കടക്കാം. പരാശക്തി സുധാ കൊങ്കര നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡയറക്ടറാണ്. വളരെ സുരാ റിപ്പോർട്ടർ പോലത്തെ സിനിമ ചെയ്ത ഒരു ഡയറക്ടർ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ സിനിമകളുണ്ട്. ഞാൻ സുരാ റിപ്പോർട്ടർ എടുത്തു പറയാൻ കാരണം സൂര്യയുടെ കരിയറിൽ തന്നെ ഒരു ഹൈ വോൾട്ടേജ് പടമായിട്ട് നമുക്ക് പറയാൻ പറ്റും സുരാ റിപ്പോർട്ടർ. അപ്പൊ അങ്ങനത്തെ ഒരു പടം ചെയ്ത ഒരു ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് പരാശക്തി, ശിവകാർത്തിയൻ അല്ലെങ്കിൽ ജയം മോഹൻ ഒക്കെയുള്ള അത്ര നല്ല ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അത്ര നല്ല ആക്ടേഴ്സൊക്കെ വരുമ്പോൾ ഒരു മിനിമം ക്വാളിറ്റി എല്ലാവരും പ്രതീക്ഷിക്കും. ആ ഒരു മിനിമം ക്വാളിറ്റി പടത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം പടം ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഓക്കെ തമിഴ്നാട്ടിൽ തമിഴ് സംസാരിക്കാതെ അല്ലെങ്കിൽ തമിഴ് യൂസ് ചെയ്യാതെ ഹിന്ദി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നീക്കത്തിനെതിരെയുള്ള പോരാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കഥ പറയണത് പരാശക്തിയുടെ. അപ്പൊ തമിഴ്നാട്ടില് ആൾക്കാർക്ക് കുറെ കൂടി കണക്ട് ആവും ആ കാര്യം. ഫസ്റ്റ് ഹാഫ് ഒക്കെ ത്രൂ ഔട്ട് അങ്ങനെയാണ് എടുത്തു വെച്ചേക്കണത്. മോസ്റ്റ്ലി സെക്കൻഡ് ഹാഫ് ഒരു പകുതി ആകണവരെയും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതോടൊട്ട് എനിക്ക് കണക്ട് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പടം ഒരു ഹൈ മൂവ്മെന്റ് ഒന്നും ഇല്ല, വളരെ ഫ്ലാറ്റ് ആയിട്ട് പോകണം. എന്നാൽ പ്രത്യേകിച്ച് വേറെ അങ്ങോട്ട് പോകണ്ടായില്ല. കഥ ഒരു സ്ഥലത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് ഹാഫ്, നോർമൽ ഫസ്റ്റ് ഹാഫ് തന്നെ പറയാം. ഇന്റർവെല്ലൊക്കെ ആകുമ്പോഴത്തേനും ഒരു പഞ്ച് സീൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് അത്രയും അങ്ങോട്ട് എലിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു സെക്കൻഡ് ഹാഫ് പകുതിയോളം പടം ഫ്ലാറ്റ് തന്നെ ആയിരുന്നു. പക്ഷെ ആ ഒരു 20 മിനിറ്റ്സ്, ആ ക്ലൈമാക്സിൻ്റെ ആ ഒരു 20 മിനിറ്റ്സിലേക്ക് എത്തുമ്പോഴത്തേനും സുധാ കൊങ്കരയുടെ മാജിക്കാണ്. തറോലി അത് എല്ലാവരായിട്ടും കണക്ട് ആവും. ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവും പടം. കാരണം അത് എടുത്തു വെച്ചേക്കുന്ന രീതി, അവിടെ നടക്കുന്ന ഇൻസിഡൻസ്, പോരാട്ടങ്ങൾക്കിടയിൽ ആൾക്കാർ മരിക്കണത്, ഇത്രയോ ജനങ്ങൾ മരിച്ചിട്ടുണ്ട്. ശരിക്കും അത് റിയൽ ഇൻസിഡന്റ് ആണ് ഈ നടന്നത്. അപ്പൊ പടത്തിന്റെ ടൈലൻഡിൽ തന്നെ കാണിക്കേണ്ടത് 200-ൽ പരം ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നാ പറയണ ആ ഒരു സമരത്തിന്റെ ഇടയ്ക്കൊക്കെ. അപ്പൊ അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ക്ലൈമാക്സിൽ വരുമ്പോ അപ്പോഴാണ് നമുക്കൊരു ഫീൽ കിട്ടുന്നത്. ഓക്കെ, ഇത് തമിഴ്നാടിന് മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിൻ്റെയും കൂടി പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ കർണാടക പ്രശ്നമായിരുന്നു, ആന്ധ്രാപ്രദേശിന്റെ പ്രശ്നമായിരുന്നു, എല്ലാവരുടെയും പ്രശ്നമായിരുന്നു എന്നുള്ള ഒരു ഫീല് കിട്ടുന്നത് ആ ഒരു മൊമെന്റ് എത്തുമ്പോഴാണ്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പടം ഒരു ഓവറോൾ നോക്കി കഴിഞ്ഞാൽ പടം കാണാൻ ഉള്ള പടമുണ്ട്. വർക്കൊക്കെ അടിപൊളിയാണ്, സിനിമോട്ടോഗ്രാഫി അടിപൊളിയാണ്, മ്യൂസിക് ജി വി പ്രകാശ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഡയറക്ഷൻ അടിപൊളിയാണ്, മാജിക് ഉണ്ട്. ഒബ്വിയസ്ലി സെക്കൻഡ് ഹാഫിൽ മാജിക്കാണ് പടം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ശിവകാർത്തികേയൻ അല്ലെങ്കിൽ ജയം രവി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ ഒരു പൊട്ടൻഷ്യലിൽ ഉള്ള ഒരു സബ്ജക്റ്റ് വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്നല്ല, ടോക്സ് ഉള്ളത് ഇത് സൂര്യനോട് പറഞ്ഞ കഥയാണ്. ശരിക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നത് സൂര്യ ചെയ്തിരുന്നെങ്കിൽ ഇത്തിരി കൂടി പവർഫുൾ ആയിട്ട് തോന്നിനെ. ശിവകാർത്തികൻ ആ ഒരു ക്യാരക്ടറിൽ സ്യൂട്ടാകാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു പല സ്ഥലത്തും. ഈവൻ ക്ലൈമാക്സിലാണെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു കഥ ബേസിലാണ് പടം ഇത്തിരി ബൂസ്റ്റ് ചെയ്യുന്നത്. ശിവകാർത്തികൻ കാരണം ആ പടം ബൂസ്റ്റ് ആയിട്ടോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ മാത്രമല്ല, നമ്മുടെ മലയാളത്തിൽ ബേസിൽ ജോസഫ് ഒക്കെ വന്നപ്പോൾ കിണ്ണം കാഴ്ച സീനൊക്കെ കാഴ്ചയുണ്ട്. ബേസിൽ ജോസഫ് ക്യാമിയോണ്, പക്ഷെ ആരും മിസ് ചെയ്തത് കിഡിലൻ ക്യാമിയോ. ബേസിൽ ജോസഫിന് തമിഴ് ഇൻഡസ്ട്രിയിൽ കിട്ടാനുള്ള കിണ്ണം ക്യാമിയോ എന്ന് കിട്ടിയത് ചെറിയ റോളുണ്ടാകും, അധികം നേരമൊന്നുമില്ല, കൂടിപ്പോയാലൊരു 2, 3, 4 മിനിറ്റ് ഒക്കെ ഉള്ളൂ ടോട്ടൽ ഡ്യൂറേഷൻ ബേസിൽ ജോസഫിന്റെ. അത് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്, ഒരു മലയാളിയായിട്ട് തന്നെയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നൈസാണ്. പിന്നെ പടത്തിന് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു റിയൽ ബേസ് ഇൻസിഡന്റ് ആണ്. ഇത് തമിഴ്നാടിന് മാത്രമല്ല, കർണാടകയിലും കേരളത്തിലെയും എല്ലാം തന്നെ ആന്ധ്രാപ്രദേശിലെ ആൾക്കാരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയണ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും. പിന്നെ ആ ശരിക്കും റിയൽ ലൈഫിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഫോട്ടോ, അവരുടെ ഡ്യൂറേഷൻ, അത് ഇതൊക്കെ കാണിക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ ലാസ്റ്റ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് കണക്റ്റായി പടം. എനിക്ക് ഇമോഷണലി പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലാസ്റ്റത്തെ വർക്ക്. പക്ഷെ അതുവരെ നമ്മ എങ്ങനെയെങ്കിലൊക്കെ കണ്ടിച്ച് കണ്ടിരിക്കണം എന്നുള്ള മോഡായിരുന്നു. പിന്നെ ഏറ്റവും വെറുപ്പിക്കലായിട്ട് തോന്നിയത് ശ്രീലീല. എനിക്ക് ആ ക്യാരക്ടർ എന്താ കാണിക്കണം, അവർ എന്താ ഉദ്ദേശിക്കണമെന്നൊന്നും മനസ്സിലാവില്ല. അവർ വെറുതെ വന്നിട്ട്
എന്തോ ചെറിയ പിള്ളേരൊക്കെ ശിവാർത്തേൻ്റെ ഒക്കെ ഒന്ന് അഭിനയിക്കണ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് ഓവറാക്കി ചളവ് കഴിഞ്ഞ് തന്നെ പറയാം. എനിക്ക് ആ പടത്തിൽ മൊത്തം ത്രൂ ഔട്ട് ആ പടത്തിൽ ചളവാക്കിയ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ റാണ ഡഗ്ഗുപാട്ടിൻ്റെ ക്യാരക്ടർ കിണ്ണം കാഴ്ച പെർഫോമൻസ് ആയിരുന്നു. ചെറിയ ചെറിയ റോളാണ് അവരൊക്കെ, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജയൻ രവി ശിവാർത്തിയൻ അവർ രണ്ടുപേർക്കും പെർഫോം ചെയ്യാനുള്ള പടമാണെന്നുണ്ടെങ്കിലും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാകണമെങ്കിലും അതത്ര വർക്കായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ ഒരു ഹീറോ വില്ലൻ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിലും അത്ര ക്ലിയർ ആയിട്ടൊന്നും ആ ഒരു കെമിസ്ട്രി എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ പൊങ്കൽ പരാശക്തി തൂക്കിയോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് തൂക്കാം, വേറെ പാടമില്ല. ജനനായകൻ റിലീസിനുണ്ടായിരുന്നത് ഇല്ല. അപ്പോൾ പൊങ്കൽ തമിഴ്നാട്ടിൽ തൂക്കുമായിരിക്കും, ഉറപ്പായിട്ടും തൂക്കും. കാരണം തമിഴ്നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോട്ട് ഉടൽ മണ്ണുക്ക് ഒരു തമിഴ്ക്ക് എന്ന് പറയുന്ന കോട്ട് ഞാൻ പല സ്ഥലത്തും എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്. അവരത് റിയൽ ലൈഫിൽ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ പോയിട്ട് നിങ്ങൾ ഓരോ ബസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തമിഴിലായിക്കോളൂ ബസ്സിൻ്റെ ബോർഡ്. ഗവൺമെൻറ് ബസ് ആണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ബസ് ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിലൊക്കെ വളരെ ചുരുക്കം പ്രൈവറ്റ് ബസ്സുകൾ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് ബസ്സിലൊന്നും ഇംഗ്ലീഷിൽ ഉണ്ടാകില്ല സ്ഥലപ്പേരൊന്നും. നമ്പർ വെച്ചിട്ടൊക്കെയാണ് അവർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അവിടെ പോയിട്ട്. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് അവർ തമിഴ് ലാംഗ്വേജിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് മിക്ക സിനിമയിലും അവർ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് ലാംഗ്വേജ് തമിഴാണ്. ഇതിലും പറയുന്നുണ്ട് ഏതൊരു സമരത്തിന് ആദ്യം, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ ആദ്യം ചിപ്പായിട്ട് വന്ന തമിഴ് ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫാക്റ്റ് ആയിരിക്കും, ഇല്ല ഞാൻ പറയില്ല. പക്ഷെ അവർ അതിനൊക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്, ഇപ്പോൾ ജല്ലിക്കെട്ടാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ മാനാട് പോലത്തെ പരിപാടിയൊക്കെ നടക്കും. ആ പരിപാടിയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട്. അവർക്ക് അത്രയും പ്രാന്താണ് തമിഴ് എന്ന് പറഞ്ഞാൽ. അവർ ജീവൻ കൊടുക്കും, അങ്ങനത്തെ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഈ പടം ഷുവർലി അവർക്ക് ഭയങ്കരമായിട്ട് ക്ലിക്കാവും. ഈവൻ ഞാനിരുന്ന തിയേറ്ററിൽ തമിഴ് ഓഡിയൻസ് ഉണ്ടായിരുന്നു, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നണ സീൻസൊക്കെ അവർ കൈയടിച്ച് എൻജോയ് ചെയ്യുന്ന സീൻസ് ഉണ്ടായിരുന്നു. ശിവകാർത്തി തന്നെയാണെങ്കിലും തമിഴിനെ പറയുന്ന സീനാണെന്നുണ്ടെങ്കിലൊക്കെ എനിക്കത് പേഴ്സണലി പെട്ടെന്ന് കണ്ടിട്ടുണ്ടായില്ല, പക്ഷെ ആ ആൾക്കാർക്ക് അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഷുവർ ഷോട്ടായിരിക്കും പടം ബ്ലോക്ക് ബസ്റ്റർ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ പൊങ്കൽ പരാശക്തി ഒറ്റക്ക് തൂക്കിയെന്ന് പറയാം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ബൈ.